ആ ആ അടുത്ത അറിഞ്ഞൂടെ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് എൻ്റെ നാട്ടിൽ തന്നെ കെടഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഒരു പ്രധാനപ്പെട്ട വിശേഷം നടക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടിയൂർ ഉത്സവം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട അഭിഷേകം ഇളനീർ കൊണ്ടുള്ള അഭിഷേകമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ കഞ്ഞിക്കുളി എന്ന് പറയുന്നൊരു ചടങ്ങാണ് പ്രധാനപ്പെട്ടത്. ആ ചടങ്ങാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ചടങ്ങ് എന്നുള്ളത് നമുക്ക് ഇവിടെ പോവാം. ഒരുപാട് ആളുകൾ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കഞ്ഞിക്കുളി, ഇത് എത്ര വർഷമായി ഇവിടെ നടത്തുന്നത്, എന്താണ് വിശേഷം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് കെടഞ്ഞിയിലെ മുത്തശ്ശി, കെടഞ്ഞിക്കാരുടെ മുത്തശ്ശി, ഈ പ്രദേശത്തിൻ്റെ മുത്തശ്ശി, 100 വയസ്സിനടുത്തുള്ള നമ്മളെ ചിരുതെടുത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. നമുക്ക് പരിചയപ്പെട്ടാലോ? നമ്മൾ അവരുടെ വീട്ടിലാണുള്ളത്. എന്തല്ല ഉഷാറല്ലേ? എല്ലാം മറന്നുപോയാ? അപ്പൊ ഇതാണ് നമ്മുടെ ചിരുതെടുത്ത്. 100 വയസ്സിനടുത്തില്ലേ? എത്ര വയസ്സുണ്ട്? വയസ്സൊന്നും അവർക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മളെ കിടഞ്ഞിക്കാരുടെ മുത്തശ്ശിയായ നമ്മളെ ചിരുതെടുത്തിൻ്റെ അടുത്താണ് നമ്മളുള്ളത് അല്ലേ? ചിരുതെടുത്ത് തിരിച്ച് അപ്പൊ നമ്മളെ ചിരുതെടുത്തിൻ്റെ അടുത്തുള്ളത്. എന്തെല്ലാം വിശേഷം? ഇത് നമ്മളെ ഫ്രണ്ട് ഉണ്ണി കേട്ടോ. ഉണ്ണിയും കൂടി നമ്മളെ സഹായിക്കാൻ വേണ്ടി കൊണ്ട് ഇവരെ കുടുംബമാണ് ഉണ്ണി. അല്ല ഉണ്ണി? അവിടെ ഹായ് പറഞ്ഞു ഉണ്ണി. ഹായ് ഹായ്. എന്താ രസം ഇതാ കാതിലൊക്കെ ഉണ്ട്. അല്ല അങ്ങോട്ടാണ് നടക്കുന്നത്? ആടാണോ നടക്കുന്നത്? ആ കഞ്ഞിക്കുളി അല്ലേ? നമുക്കത് കാണാൻ പോയാലോ? പോവാ, നമുക്ക് പോവാം. അപ്പം നമ്മൾ കഞ്ഞിക്കുളി ഇവരാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ചടങ്ങ് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പോലെ റെഡിയല്ലേ? അല്ല, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. പേരെന്തല്ല? അശോകനും രാജനും അല്ലേ? ആയി അശോകേട്ടാ, ആയി രാജേട്ടാ, നിങ്ങളുടെ അമ്മേനെ കൂടി നമ്മൾ പോവാണ് കഞ്ഞിക്കുളി കാണാൻ വേണ്ടിയിട്ട്. റെഡിയല്ലേ? അപ്പൊ തിരുത്തടുത്ത് നമുക്കൊരു പാട്ട് പാടിയല്ലോ. പാട്ട് പാടുവാ? ഞാൻ ആദ്യം പാടിത്തരാം. പൂമാതേ പൊന്നമ്മ പാട്ടിട്ടാല്. ആ പാട്. ആ ആ ആ അടുത്ത അറിഞ്ഞൂടെ? എന്തായാലും ഒരു പേര് പാട്ട് നമ്മൾ പാടിയിട്ട് ഒരു പാടി തന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. മറന്നുപോയില്ലേ? എല്ലാം മറന്നുപോയതാട്ടാ, ഇല്ലെങ്കിൽ ഒരു തകർത്തേനെ അല്ലേ? ബാക്കി നമുക്ക് പാടി എപ്പോ പാടിത്തരുവാ? നമുക്ക് ആടുന്ന് പാടിത്തരാം. എന്നാ പോ നമുക്ക്, എന്നാ പോ നമുക്ക്. ആ ആ ആടുന്ന് പാടാം. എന്നാ വാ, നമുക്ക് മെല്ലെ പോവാ. വാ എണീക്ക്, നമുക്ക് നാളെ പോരാ. വാ വാ. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോവാണ്. വാ വാ വാ. അപ്പം നമ്മളെ ചങ്ങായിമാരെ, നമ്മൾ ചിരുതെടുത്തിനെയും കൂട്ടിയിട്ട് ചെറുകണ്ടിയിലുള്ള കഞ്ഞിപ്പുരയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? നമ്മുടെ നാട്ടുകാരുടെ പ്രത്യേകത എന്താ അറിയോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നേർച്ചയാണ് നൽകുന്നത്. അതൊരു വലിയ കൂട്ടായ്മയാണ്. നോക്കേട്ടോ, ഇവരെല്ലാം നോക്കേട്ടെ നിങ്ങള്. കളല്ല ചക്ക എത്തുങ്ങള്, എത്തുവാ ചക്ക എത്തുങ്ങള്. കത്തിയും കൊടുക്കണോ? നോക്കട്ടോ. കണ്ട, ഇവരാണ് ഇവിടെ തുറക്കം. ആ കണ്ട കണ്ട അമ്പടാ. അടിപൊളി.
അപ്പൊ ഇവരാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തേണ്ട കൈ നോക്കണേ. മതി 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 മതി. ഇത് കണ്ടോ, ഓരോ ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് ചക്കയും അതുപോലെ തേങ്ങയും എല്ലാം ഇവിടെ നേർച്ച കൊണ്ടുവരികയാണ്. പിന്നൊരു പ്രത്യേകത എന്താ പറയുക, കഞ്ഞിക്കുളിയിൽ പങ്കെടുക്കുന്നവർ 4 രാത്രിയും 5 പകലും ഇവിടെ ഉണ്ടാകും. ഒപ്പം ഈ പ്രദേശത്തുള്ള നാട്ടുകാരും. ഇത് കണ്ട ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചക്കയാണ്. ഈ ചക്കയാണ് ഇവിടുത്തെ മെയിൻ ആഹാരം, ചക്കയും കഞ്ഞിയും. ഇത് കണ്ട എല്ലാ ചക്കയും വരി വരിയായി നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതറിയോ, ഇതാ ഈ ചാക്കെല്ലാം ഇവിടെ വിരിച്ചിട്ട് ഇനി നമ്മൾ ചക്ക മുറിക്കാൻ വേണ്ടി പോവുകയാണേ. കണ്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചക്ക ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് മുറിക്കാൻ വേണ്ടി പോകാം. ഈ ചക്ക എടുത്ത്, ഈ ചക്ക എടുത്തോ. ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഓക്കെ, എന്നാ റെഡി? കൊത്തിക്കോ. റെഡിയാണേ? റൈറ്റ്. അതാ ചക്കയെല്ലാം കൊത്തി. ഇനി ചക്കേൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോകണേ. അവിടെ പോയപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെ ചക്കേനെ കൊത്തി മുറിച്ച് 4-8 കഷ്ണാക്കി അതിൻ്റെ ചുളയെടുത്ത് കുരുവെടുത്ത് ചീണിയെടുത്ത് വേറെ വേറെ ആക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇല്ല, എനക്കൊരഭിപ്രായം പറയുന്നുണ്ട്. എന്താണെന്നറിയേ, നിങ്ങൾ നമ്മളെ ചക്ക ഒഴിവാക്കരുത്. ചക്ക ഒരു മരുന്നാണെന്നാണ് നമ്മളെ വൈദ്യശാസ്ത്രം പറയുന്നത്. പിന്നെ നമ്മളെ ചങ്ങായിമാറ അമ്മ ശാരദേച്ചി, ശാന്തേച്ചി, ഉഷേച്ചി, ഷൈമേച്ചി, ദേവേച്ചി, അങ്ങനെ കുറേ അമ്മമാരും കുറേ ഏച്ചിമാരും, ലിവിഷേച്ചിൻ്റെ, ശ്രീജേച്ചിൻ്റെ, ഷൈനേച്ചിൻ്റെ, വിപുലേച്ചിൻ്റെ കുറേ ഏച്ചിമാരും ഇവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വേറൊന്നുണ്ട് കേട്ടാ, നിങ്ങളെല്ലാം പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നാളെ എൻ്റെ ഓട്ടോറിക്ഷക്കാരിട്ട് കുഴപ്പമുണ്ടാക്കണേ.
അങ്ങനെ ചക്കേൻ്റെ പണി തകൃതിയായിട്ട് നടക്കുമ്പം ചക്കേൻ്റെ കൂടെ കഞ്ഞുണ്ട് കേട്ടോ. ആ കഞ്ഞ് കൂട്ടാൻ വേണ്ടി ഇന്നത്തെ തലമുറയിൽ ഉപയോഗിക്കുന്ന സ്പൂണും കരണ്ടിയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പിലാലേൻ്റെ കരണ്ടിയായിരുന്നു. ആ പിലാല എങ്ങനെയല്ല കുത്തുന്നെന്ന് നമുക്ക് കാണണ്ടേ? അതാണ് നമ്മൾ അടുത്ത നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ പേരെന്നാ? കുഞ്ഞിരാമട്ടാ. എങ്ങനെയാണ് നമ്മളെ പിലാല കുത്തുക? നിങ്ങൾ കാണിച്ചാ ഇതേണ്ട, ഇങ്ങനെയാണ് പിലാല കുത്തുക. ഈർക്കിൾ കൊണ്ട് കുത്തും. ഈർക്കിൾ കണ്ട കയ്യിൽ കണ്ട, ഇതാണ് പിലാല. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കോരിയിട്ട് കുടിക്കും. ഇങ്ങനെ കോരിയിട്ട് കുടിക്കും. ഓക്കെ. ഇവിടുന്ന് പുതിയ തലമുറപ്പെട്ട ആളുണ്ട്. ഹലോ, നമസ്കാരം ഉണ്ട്. എങ്ങനെയുണ്ട് പിരിക്ക് കൂല പിലാല കുത്തുന്നറിയോ? വേണ കുത്തി കാണിച്ചാ എടാ. എടാ അതാ ഇങ്ങനെയാണ് നമ്മൾ പിലാല കുത്തിയിട്ട് കഞ്ഞി കുടിക്കുക അല്ലേ? ഓക്കെ. നമ്മുടെ ഈ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ കുറച്ച് പോവുക. അതിനുള്ള ഒരു കർമ്മമായിരിക്കും. കുഞ്ഞാട്ടാ, ഈ കുറേ ചക്ക ഉണ്ടല്ലോ ഇവിടെ. കുറേ ആളുകൾ ചക്കയെല്ലാം മുറിച്ചിടുന്നുണ്ട്. ഈ ചക്കയിൽ നിങ്ങൾ ഇടുന്ന കൊണ്ടുവരുന്നത്? ചക്ക ഓരോരുത്തർ കൊടുക്കുന്ന, ഓരോരുത്തർ കൊണ്ടുവരുന്നത്. ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മുറിച്ചിട്ട് എല്ലാവരും കൂടി മുറിച്ചിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് കൊടുക്കും അല്ലേ? അതിനാണ് ഈ പിലാല കുത്തുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇത്രയും പിലാല കുത്തി വെച്ചിട്ടുണ്ട്. ആളുകൾ വരുമ്പം കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ ചങ്കുകളെ, എൻ്റെ നാട്ടിലെ കഞ്ഞിക്കുളിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടാ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇന്ന് തൽക്കാലത്തേക്ക് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.